പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. പൊട്ടച്ചിറ സ്വദേശി സന്തോഷിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന സന്തോഷിനെ സ്കോർപിയോ കാറിൽ എത്തിയ 5 സംഘം ബലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. വലിയൊരു പോർഷനാണ് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ഒരു ടാറ്റ സ്കോർപിയോ ആയിരുന്നു. സ്കോർപിയോ ഞാൻ വരുന്നത് കണ്ടതും റോഡ് ബ്ലോക്ക് ചെയ്ത് എന്നെ ഇടിച്ചിടാൻ നോക്കി. ആ സമയത്ത് ഞാൻ സഡൻലി ബ്രേക്ക് ചെയ്യുക കാരണം ഞാൻ നിലത്ത് വീണു. വീണ സമയത്ത് 2 പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു. ഞാൻ ഒച്ചത്തിൽ അലറി വിളിച്ച് തിരിഞ്ഞ് ഓടുകയും അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ഇറങ്ങുകയും ചെയ്തു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, പോലീസ് കേസെടുത്തിട്ടുണ്ടോ? നിലവിൽ ഈ തട്ടിക്കൊണ്ട് പോകൽ ശ്രമത്തിന് ഇരയായ സന്തോഷിന് ആരെങ്കിലും സംശയമുണ്ടോ? പോലീസ് ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ലക്ഷ്മി, സന്തോഷിന് ആരും സംശയമില്ല. സന്തോഷിനും എന്താണ് ഈ കാര്യമെന്നുള്ള ഒരു വ്യക്തത കുറവുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെ രാവിലെ ജോലിക്ക് വന്ന സമയത്താണ് രാവിലെ ഈ ഒരു സംഭവം നടക്കുന്നത്. അദ്ദേഹം വീട് വിട്ടിറങ്ങി ഒരു വളവിൽ നിന്നും ബൈക്ക് തിരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി സ്കോർപിയോ വാഹനം എത്തുന്നത്. ശേഷം അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിൽ പെട്ടെന്ന് നിർത്തിയ സമയത്ത് ഇദ്ദേഹം സഡൻ ബ്രേക്ക് ഇട്ടു. ആ സമയത്ത് വണ്ടി മറിഞ്ഞ് അദ്ദേഹം നിലത്ത് വീഴുകയായിരുന്നു. ശേഷമാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ ഈ കാറിലുള്ളവർ ശ്രമം നടത്തിയത്. പക്ഷേ അദ്ദേഹം ആ ശ്രമത്തെ തടുക്കുകയും അടുത്തുള്ളൊരു വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. ഇതാണ് സന്തോഷം പറഞ്ഞത്. പക്ഷേ സന്തോഷിനും ആരാണ് ഇതിന് പുറകിലെന്നോ തന്നോട് മുൻവൈരാഗ്യമുള്ളവരെ കുറിച്ചോ സംശയമൊന്നും സന്തോഷം നമ്മളോട് പറയുന്നില്ല. എന്തായാലും ഈ സംഭവം ഇന്നോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം പട്ടാപകൽ ഇന്നലെ നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പകൽ ഒരാളെ ഒരു മധ്യവയസ്കനായ ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക സാധാരണ പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ചെറിയ ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇതൊരു മധ്യവയസ്കൻ, അതും നടുറോഡിൽ വെച്ച് ആണ് ഇതൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും എന്തായാലും തനിക്ക് മുൻവൈരാഗ്യമുള്ളവരെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാര്യം അറിയില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ട് കാരണം ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആ വീടിൻ്റെ പരിസരത്ത് ചില സ്ഥലങ്ങളിൽ CCTV ദൃശ്യങ്ങൾ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനം കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്താൻ ഇപ്പോൾ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. സ്കോർപിയോ വാഹനമാണ്. ഇന്നലെ രാവിലെയാണ് സംഭവം. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സന്തോഷം നമ്മളോട് വിവരം നമ്മൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം ത്വരിതമായി മുന്നോട്ട് പോകുന്നതെന്നാണ് അപ്പോൾ പോലീസ് അറിയിക്കുന്നത്. സന്തോഷിന് കാര്യമായി പരിക്കുകളില്ല. വീണ സമയത്ത് ചെറിയൊരു പരിക്കുകൾ പറ്റിയെന്നല്ലാതെ വലിയ പരിക്കുകളില്ല. എന്തായാലും ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നാണ് സന്തോഷ് ഇപ്പോൾ പറയുന്നത്. ഒറ്റപ്പാലം അമ്പലപ്പാറ എന്ന സ്ഥലത്താണിപ്പോൾ ഒരു മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ.